വെൽക്കം ബാക്ക് മല്ലുലാൻഡ് ചാനൽ. ഷൈൻചേട്ടനുണ്ട്, ഞാൻ വിഷ്ണു. നമ്മളിപ്പോൾ ഉള്ളത് വർക്കലയിലാണ്. വർക്കല വേറൊന്നുമല്ല, നമ്മുടെ ബാക്കിൽ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, ആ ബിൽഡിംഗ് കേരള ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിലുള്ള അക്വേറിയമാണ്. അപ്പം അക്വേറിയത്തിൽ കുറേ മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പേര് ഇവിടെ നിന്ന് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം ഇവിടെ അധികം ഒരു വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇതിനെക്കുറിച്ചൊന്നും ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല യൂട്യൂബിൽ. അപ്പം ഇതിൽ ഒരുപാട് ഭയങ്കര സംഭവമൊന്നുമില്ല, കുറേ വെറൈറ്റി മീനുകളും വളർത്തു മീനുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്നോടൊപ്പം ഷൈൻചേട്ടനുണ്ട്. ഷൈൻചേട്ടൻ കുറേ ദിവസങ്ങളായിട്ട് നമ്മോടൊപ്പം ഉണ്ട്. വലിയൊരു യാത്രയിലാണ്, കുറേ വർക്കിൻ്റെ ലൊക്കേഷൻ കാണുന്ന പരിപാടികളൊക്കെ ആയിട്ട്. അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു മല്ലുലാൻഡിലേക്ക്. എല്ലാവർക്കും സ്വാഗതം. ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ്. എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതെ, അതാണ്. അപ്പം എല്ലാവർക്കും സ്വാഗതം. വർക്കല ടൗണിൽ നിന്നൊരു 3 കിലോമീറ്റർ വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട് അക്വേറിയത്തിലേക്കുള്ള വഴി. അവിടെ നിന്നൊരു 500 മീറ്റർ അകത്തേക്ക് വരുമ്പോൾ അതാണ് ഫ്രണ്ട് ഗേറ്റ് നമ്മൾ കാണുന്നത്. ഇവിടുന്ന് അപ്പോൾ ബാക്കിലേക്കുള്ളത് ബീച്ചിൻ്റെ വ്യൂ ഒക്കെയാണ്. നമുക്ക് ഇതിനകത്ത് വിശേഷങ്ങൾ കയറി കാണാം. ഇവിടെ നല്ല വ്യൂ ആണ്. അപ്പം തൊട്ടപ്പുറത്ത് ബീച്ചാണുള്ളത്. ഇവിടെ വലിയ ഒരു ബിൽഡിങ്, ഇതാണ് അക്വേറിയത്തിൻ്റെ വർക്കലയിലുള്ള ബിൽഡിങ്ങാണ്. ആക്ച്വലി തിരുവൻപാടി ബീച്ച് എന്നാണ് ഈ ബീച്ചിനെ അറിയപ്പെടുന്നത്. ബാക്കി ഭാഗത്തായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്, അതുപോലെ തന്നെ ചെറിയ ചെറിയ കളി സാമഗ്രികളൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഫാമിലിയായിട്ട് വരുന്നവർക്കൊക്കെ ഇവിടെ വന്ന് സന്ദർശിക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ അങ്ങ് അധികം ആൾക്കാരും വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനെക്കുറിച്ച് അധികം ആൾക്കാർക്ക് അറിയാമോന്നും എനിക്കറിയില്ല. എന്തായാലും നല്ലൊരു സ്ഥലമാണ്, നല്ല വൈബുള്ളൊരു സ്ഥലം. ഇവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ ചുറ്റും അങ്ങോട്ട് കാണുന്നതൊക്കെ റിസോർട്ടുകളാണ്. മുകളിലൊക്കെ ഉണ്ട് റിസോർട്ടുകൾ. അത്യാവശ്യം നല്ല റേറ്റിലൊക്കെയാണ് ഇവിടെ താമസിക്കാൻ പറ്റുക. നമുക്കിതിൻ്റെ അകത്തെ വിശേഷങ്ങൾ നമുക്ക് കയറി നോക്കാം. ഞാനും ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ വന്നിട്ട് 30 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റിന് വരുന്നത്. നമ്മൾ 30 രൂപ ടിക്കറ്റ് എടുത്തു. പിന്നെ അകത്തേക്ക് പോവുകയാണ്. ഇതെങ്ങനെ കയറി വരുമ്പോൾ ഒരു 3D തിയേറ്റർ ഉണ്ട്, അത് പക്ഷേ ക്ലോസ്ഡ് ആണ്. ഇവിടെയാണ് പ്രവേശന കവാടം. അഡാക്ക് ഹാച്ചറി കോംപ്ലക്സ്, തിരുവമ്പാടി ബീച്ച്, ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. വേറെ കയറി വരുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു വലിയൊരു സ്വിമ്മിംഗ് പൂള് മാതിരി ഒരു അക്വേറിയമാണ്. അതിനകത്ത് ശരിക്കും മീൻ കിടപ്പുണ്ട്, മീനുകളെ കാണാം. സിലോപ്പിയാണിതല്ലേ ചേട്ടാ? ഇത് സിലോപ്പിയാണോ? കരിമീനാണോ? പക്ഷെ അതിനകത്ത് വലിയ ഡിസൈൻ ഒന്നും ഇല്ലല്ലോ. അതല്ലേ? അതെ, കരിമീനാണ്. ഇഷ്ടം പോലെ കരിമീനുണ്ട് കേട്ടോ. അത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ജെല്ലി ഫിഷ്, ഇവിടെ ജെല്ലി ഫിഷിനെ കാണാൻ പറ്റും. നല്ല രസമുണ്ട് കേട്ടോ. നല്ല വലുപ്പമുള്ളൊരു ജെല്ലി ഫിഷ് ഇതാകുന്നു. അവരെങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇനി മുകളിലേക്ക് ഇങ്ങനെ കറങ്ങിയാണ് കയറി പോകുന്നത് കേട്ടോ. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഓസ്കാറിൻ്റെ കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു. അതെ, ഓസ്കാർ തന്നെ. ഇവിടെ ഒരു വെള്ള ഓസ്കാർ, അവിടെ ഒരു ചുമന്ന ഓസ്കാർ ഒക്കെ ഉണ്ട്. വന്നിട്ട് ഇവന്മാരെ കണ്ടിട്ട് ഇച്ചിരി പ്രയാസം കേട്ടോ, ഡാർക്ക് കളറായതുകൊണ്ട്. ഇതാണ് ഇവന്മാരുടെ ഡിസൈൻ, ഫ്ലോറസൻ ഡിസൈനൊക്കെ ഉള്ള മീനാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇപ്പുറത്തോട്ട് വന്നു കഴിയുമ്പം ഇവിടെ റോസ്റ്ററിനെ കാണാം നമുക്ക്. ലോബ്സ്റ്റർ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇവിടെ ഇതാണ് പ്രശ്നം, ഷാഡ അടിക്കുന്നുണ്ട്. ഒരു ലോബ്സ്റ്റർ ഇങ്ങനെ ഇരിപ്പുണ്ട് ഇവിടെ. അധികം വലുപ്പമുള്ളതല്ല, ചെറുതാണ്. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ ഏരി മാതിരി ഒരു മീൻ, സ്ക്വറൽ ഫിഷാണ് നമ്മളീ കാണുന്നത്. ഇത് മുറിയൽ ഫിഷാണ്. നല്ല പ്രിഡേറ്ററാണ് ആള്, നല്ല ഫൈറ്ററാണ്.
നല്ല ഭംഗിയുണ്ട്, വീട്ടിൽ അക്വേറിയത്തിലൊക്കെ വളർത്താം. ഇതാണ് ഇറിഡിസൺ ഷാർക്ക്. അവർ ഭയങ്കര അപകടകാരികളാണ്. പാത്തന്മാരെ പോലെ നടക്കുന്നുണ്ട്, എന്നാലും ഇപ്പം വിദേശിയാണ്. കാണാൻ ഭയങ്കര സൗന്ദര്യമാണ്. അക്വേറിയത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നൊരു സാധനമാണിത്. ഷാഡോ വലിയൊരു വിഷയമാണ്. മാക്സിമം പറ്റുന്ന പോലെയൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. കോയി കാർപ്പിൻ്റെ കുറേ ഡിസൈനുകളുള്ളൊരു സംഭവം ഇങ്ങനെ കിടപ്പുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള മീനാണ് കോഴിക്കാർപ്പ്. ഇതാണ് സാൻഡ് ഷാർക്ക്. എപ്പോൾ മണലിൽ ഇങ്ങനെ പതിഞ്ഞ് കിടക്കത്തേ ഉള്ളൂ. നല്ല ഫൈറ്റ് ചെയ്യുന്ന മീനാണ്. നല്ല ഫുഡ് എടുക്കുന്ന, നല്ല വലുപ്പം ഉണ്ടാകുന്ന ഒരു മീനും കൂടിയാണ്. ഇത് കണ്ടോ, ഈ ടാങ്കിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ആക്രിലിക് പോളി മീഥൈൽ അഥവാ മിതാക്രിലേറ്റ് ഷീറ്റുകളായിട്ടാണ് ഇവ ലഭിക്കുക. നമുക്കിത് ഏത് രൂപത്തിൽ വേണേലും ഡിസൈൻ ചെയ്തെടുക്കുകയും അതുപോലെ തന്നെ ഏത് രൂപത്തിലേക്ക് ഇത് മാറ്റി അക്വേറിയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഷീറ്റാണിത്. ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടും. നമുക്ക് വീട്ടിലുള്ള സ്പേസിനനുസരിച്ച് ഇത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണിത്. ഇതിൽ കുറേ മീനുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു വലിയ മീനുകളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അല്ല, ഇങ്ങനെ മുകളിലേക്ക് ഒരുപാട് സ്റ്റെയറുണ്ട്. സ്റ്റെയറല്ല, മീൻസ് ഇതേപോലെ സ്ലോപ്പിലാണ് അവർ പണിഞ്ഞിട്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് നൈൽ തിലാപ്പിയ കാണാം. ഇതാണ് നൈൽ തിലാപ്പിയ. നമ്മുടെ ഗിഫ്റ്റ് സിലോപ്പിയുടെ അത്രയും വലുപ്പമില്ലെങ്കിലും അത്രയും പൊലിപ്പൊന്നുമില്ല, പക്ഷെ എന്നാലും കാണാൻ നല്ല സൗന്ദര്യമുണ്ട്. ഇതാണ് ഓറഞ്ച് ക്രോമേഡ് സാധനമാണ്. ഇത് തീരെ ചെറിയ വലുപ്പമുള്ളൊരു മീനാണ്, പക്ഷെ കാണാൻ അക്വേറിയത്തിലിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു മീനും കൂടിയാണ്. നമ്മളെ കണ്ടപ്പോൾ അവന്മാരെല്ലാം കൂടെ അടുത്തേക്ക് വരികയാണ്. ഈ ഷാഡോ വലിയൊരു വിഷയമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഈ കണ്ണാടിയിലിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളെ തന്നെ കാണുന്നുള്ളൂ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഓപ്പണായി കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ക്യാമറയിൽ ഉപയോഗിക്കാൻ പറ്റാത്തത്. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നവർക്ക് നല്ല രസമായിരിക്കും. ഇവരാണ് ആൽബിനോ പക്കാവ്. ആൽബിനോ പക്കാവ് മീനുകളാണ് ഈ കാണുന്നത്. ഇവർ നല്ല ഫ്രഷ് മീനാണ്. അതുപോലെ തന്നെ സാൾട്ട് വാട്ടറിൽ വളരുന്ന ഒരു മീനും കൂടിയാണ്. ഈ മീനുകളാണ് ടിഫോൾ ബാർബ്. ഇത് സൗത്ത് ഏഷ്യൻ ഭാഗങ്ങളിൽ കാണുന്ന ഫ്രഷ് വാട്ടറിൽ ജീവിക്കുന്ന നല്ല മനോഹരമായൊരു മത്സ്യമാണ്. ഇതിനെ ഭക്ഷണാവശ്യത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കും. ഇവിടെ കൂടുതലും വലിയ മീനുകളാണ് കേട്ടോ. എല്ലാം ഭക്ഷണാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇവിടെ കൂടുതലുള്ള മീൻ. അലങ്കാര മത്സ്യങ്ങളും ഉണ്ട്. ഇനി നമ്മൾ ബ്ലൂ മോർഫിനെയാണ് കാണാൻ പോകുന്നത്. ബ്ലൂ മോർഫ്, ഇതാണ് ബ്ലൂ മോർഫ്. ഈ പോകുന്നതാണ് ബ്ലൂ മോർഫ്. അതിൻ്റെ തന്നെ പല ഷെയ്ഡുകളുണ്ട്. എത്ര നോക്കുകയാണെങ്കിൽ കണ്ണാടി നമ്മളെ തന്നെ കാണുന്നുള്ളൂ കേട്ടോ. അതാണ് ബ്ലൂ മോർഫുകൾ. ഇവരാണ് ഏഞ്ചൽ ഫിഷ് അഥവാ മാലാഖ മത്സ്യം. അതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡാണ് ഈ കാണുന്നത്. ഒരു യെല്ലോ ഷെയ്ഡ് അതിൻ്റെ എങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവിടെ വേറൊരു ഷെയ്ഡും കൂടെ ഇവിടെ ഉണ്ട്. ഇവൻ വരയൊക്കെ ഉള്ള, ഏതാണ്ട് വലിയ വലുപ്പമൊന്നും ആയിട്ടില്ല, ചെറുത് തന്നെയാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ബ്ലാക്കൊക്കെ ഇതിലെ കൂടെ പോയി കാണാൻ പോലും ഇല്ല കേട്ടോ. അടുത്ത നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കാണുന്നത് ഇതാണ് ബ്ലഡ് പാരറ്റ് സിക്ലിഡ്.
ഇങ്ങനെയാണ് ഇവനെ അറിയപ്പെടുന്നത്. ഇവൻ്റെ കൂടെ വേറൊരുത്തിനെ ഇടാൻ പറ്റില്ല കേട്ടോ, എല്ലാത്തിനും ഓടിക്കും ഇവൻ. ഫൈറ്റ് ചെയ്ത് നശിപ്പിച്ച് നാറാണക്കല്ലാക്കും. കാണുന്ന ഈ സൗന്ദര്യം മാത്രമേ ഉള്ളൂ, അക്രമകാരിയാണ്. ഇതാണ് SK ഗോൾഡ് ഫിഷ്. ഒരു ഗോൾഡ് ഫിഷ് കോഴിക്കാർപ്പിൻ്റെ കണക്കൊക്കെ നിറം നല്ല വകഭേദങ്ങളൊക്കെ ഉള്ള ഒരു സാധനമാണ്. അതെ, ഇവിടെ ഒരാൾ പാറയുടെ സൈഡിൽ കയറുന്ന് ഉറങ്ങുന്നുണ്ട്. അയാൾക്ക് നമ്മുടെ ഗോൾഡ് ഫിഷുമായിട്ട് യാതൊരു സാമ്യവും ഇല്ല. എൻ്റെ ഡമ്മിയാണോ എന്ന് അറിയാൻ മേല, ഒരനക്കവും ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണ് അവിടെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ക്ലൈംബിംഗ് ബീച്ചാണ്. പാറയിലൊക്കെ ക്ലൈംബ് ചെയ്ത് കയറാൻ കഴിയുന്ന തരത്തിലുള്ള ഫിഷാണ്. അത് നമ്മളെ കണ്ടപ്പോഴേ നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടി വന്നു കേട്ടോ. ഇവരും കൂടുതലും ഫ്രഷ് വാട്ടറിൽ ജീവിക്കുന്ന ജീവികളാണ്. ഇതുപോലെ പാറക്കൂട്ടങ്ങളുടെ ഇടയിലും ഇതിൽ ഇങ്ങനെ കൂട് വെച്ചും മുട്ടയിട്ടുമൊക്കെയാണ്, പായൽ തിന്നുമൊക്കെയാണ് ഇവർ ജീവിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ടെട്രാ മത്സ്യങ്ങളാണ്. ടെട്രാ മത്സ്യങ്ങൾ നല്ല കളർഫുള്ളായിട്ടുള്ള കുഞ്ഞു മത്സ്യങ്ങളാണ് ടെട്രാ മത്സ്യങ്ങൾ. നല്ല ഭംഗിയുണ്ട്, പല കളറിലുള്ള. ഇവർ ബൗൾ അക്വേറിയൊക്കെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല രസമായിരിക്കും. പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ടെട്രാ ഫിഷ്. ഇനി നമ്മളിങ്ങോട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എൻ്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് മറയ്ക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ ഗ്ലാസ്സിലേക്ക് ഷാഡോ അടിക്കില്ലായിരുന്നു. പിന്നെ ഇവിടെ ഒരു അക്വേറിയം കാണുന്നുണ്ട്. എന്നത് എന്തിനാ ഇട്ടേക്കുന്നതൊരു പിടുത്തമില്ല. അതിലൊന്നുമില്ല ഗൈസ്. ഇനി നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഇതാണ് ലിഫ്റ്റ് റൂട്ടിൽ ആമയാണ്. അത് അപ്പുറത്തെ സൈഡിൽ പോയി നിൽക്കുകയാണ്. അവൻ്റെ തല നമുക്ക് സെൻട്രലായിട്ട് ആ മരത്തടിയിൽ എടുത്തായിട്ട് കാണാം. അത് മനോഹരമായ ഒരു ആമയാണ്. ഇതിനെ വളർത്തുന്നതാണ് കേട്ടോ, വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വരുമ്പോൾ പരൽ മീനുകൾ, അതായത് ബ്രഡ്സ്, പരൽ മീനുകളാണ്. ഇതാണ് ഇവൻ്റെ കളർ. അതിനകത്ത് ലൈറ്റിന് എന്തോ പ്രോബ്ലം ഉണ്ട്. അത് അണഞ്ഞും കത്തിയൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്. തീരെ കുഞ്ഞു മീനുകളാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഫ്രഷ് വാട്ടർ ഈൽ ആണുള്ളത്. അവൻ ദാ ഇവിടെ വിശാലമായി കിടന്നുറങ്ങുകയാണ്. ഷാഡോ കാരണം ഒരു രക്ഷയില്ല. എങ്ങനെ വീഡിയോ എടുക്കണമെന്നൊരു പിടുത്തമില്ല. കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇതിനാണ് സംഭവം. ഇങ്ങോട്ട് വന്നു കഴിയുമ്പം പേൾ സ്പോട്ടാണ് നമ്മൾ കാണുന്നത്, അഥവാ കരിമീനുകളെയാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നത് കരിമീനൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ പൊരിച്ച് മപ്പാസ് അടിക്കുന്നൊരു സംഭവമാണ്. നല്ല ഡാർക്കായിട്ടുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ, ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നതാണ് ഗാർപേക്ക് ഫിഷാണ്. അതായത് അലിഗേറ്റർ ടൈപ്പ് ഒരു സംഭവമാണ്. മുതലയുടെ തലയും ഒക്കെ ആയിട്ട് അവനിങ്ങനെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ഒരു പരിപാടിയായിട്ടിരിക്കുകയാണ്. അത് ചുണ്ട് കണ്ടോ, ഒരു മുതലയുടെ വായിലുള്ളിലുള്ളതുപോലെ തന്നെ പല്ല് ഇവനുമുണ്ട്. ഭയങ്കര പ്രിഡേറ്ററാണ് സാധനം. ഇത് വളരെ വലുതായി കഴിഞ്ഞാൽ കൊച്ചു കുട്ടിയെ വരെ അനായാസം വിഴുങ്ങാൻ കൽപ്പുള്ളവനാണ് ഇവൻ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവൻ്റെ വായും, അത്ര വലുപ്പത്തിൽ തുറക്കുന്ന വായും പിന്നെ പല്ലുകളും.
ഓക്കെ, അവൻ്റെ അടുത്ത് അധികം നേരം നിൽക്കണ്ട, നമുക്ക് ഭീഷണിയാണ്. അടുത്തത് പഫർ ഫിഷാണ്. അവൻ ബോള് പോലെ ഭയങ്കര വലുപ്പത്തിലേക്ക് വരും. അതാണ് ഈ കാണുന്നത്. നമ്മൾ പിടിക്കുമ്പോൾ അവൻ്റെ രൂപമൊക്കെ മാറിയിട്ട് അപ്പുറത്ത് കിടക്കുന്ന നോക്കി അവനൊരു ഫുട്ബോളിൻ്റെ അത്ര ആവുമെന്നുള്ളത് ഒരു സംശയമില്ല. അവിടെ വേറൊരുത്തം വരുന്നു. അതിന് പുറത്ത് ഫുള്ള് മുള്ളാണ് കേട്ടോ. ഒരു കാരണവശാലും ഒരു ജീവിക്ക് അറ്റാക്ക് ചെയ്ത് തിന്നാൻ പറ്റില്ല. അവൻ ബോള് പോലെ വീർത്തിട്ട് അങ്ങനെ കിടക്കും. ഇതിനേക്കാളും വലിപ്പമുള്ള മീനാണെങ്കിലും എൻ്റെ വായി കയറാൻ പോലും പറ്റാത്ത പരുവത്തിൽ അവൻ വലിപ്പം വയ്ക്കും. ഫണ്ണി. ഇനി നമ്മൾ കാണുന്ന ബാല ഷാർക്കാണ്. അവൻ ഒരു കാരണവശാലും നമുക്ക് അവരെ കാണാൻ പറ്റുമെന്ന് തോന്നില്ല. ഭയങ്കര സ്പീഡാണ്, അതുപോലെ അറ്റാക്ക് ചെയ്യുന്നൊരു സാധനമാണ്. ഇവനാണ് ഐറ്റം. ഞാൻ കണ്ണാടിക്ക് ഫ്രണ്ടിൽ മറഞ്ഞു നിന്നിട്ടാണ് ഞാൻ ഇവരെയൊക്കെ കാണിക്കുന്നത് കേട്ടോ. ഈ അക്വേറിയം വളരെ വലുതായതുകൊണ്ട് തന്നെ ഷാഡോ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വിഷലെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. ഓക്കെ, കുറേ എണ്ണത്തിനെ കാണാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നത് ആർക്കെല്ലാം പറയാമോ ആരാന്ന്? ജെയിൻ ഗൗര. അവനാണ് ഗൗരാമി. മിക്കവാറുള്ളവരുടെ വീട്ടിലൊക്കെ വളർത്തുന്ന ഒരു മത്സ്യമാണ് ഗൗരാമി. അവൻ നല്ല ഭംഗിയുള്ളൊരു മീനാണ്. തീറ്റിപ്രിയനാണ് കേട്ടോ. എന്ത് സാധനത്തെയും ഇവിടെ കിടപ്പുണ്ടെന്ന് അറ്റാക്ക് ചെയ്ത് അടിച്ച് വിഴുങ്ങിക്കളയും. നമ്മൾ മുമ്പേ കണ്ട അലിഗേറ്ററിൻ്റെ കൂടെയും അരാപ്പയ്മയുടെ കൂടെയും ഓസ്കാറിൻ്റെ കൂടെയൊക്കെ കിടക്കുന്നത് ഈ ഗൗരവി മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി ഏത് മീൻ കിടന്നാലും അവനെ അടിച്ച് തിന്നും. ഓക്കെ, ബൈ ബൈ. മഞ്ഞക്കണ്ണുള്ള ഗൗര. അടുത്തതാണ് ട്രിഗർ ഫിഷ്. ഇവൻ ട്രിഗർ ഫിഷാണ്. ഇവനാണ് ട്രിഗർ ഫിഷ്. അതിനെ കാണാൻ തന്നെ ഒരു നമ്മുടെ അങ്ങ് നാട്ടിൽ കണ്ടിട്ടില്ലാത്ത ഷേപ്പ്, ഒരു രൂപം അല്ലേ. അവനങ്ങനെ ഓരോ രീതിയിൽ നമുക്ക് പോസ് ചെയ്തുകൊണ്ട് തന്നിരിക്കുകയാണ്. ഇവൻ മണ്ണ് വായിലെടുക്കുക, വലിച്ച് തുപ്പുക. ഇതാണ് അവൻ്റെ പരിപാടി. പാറയിലിരിക്കുന്ന പായലുകൾ തിന്നു തീർക്കുക. ഇതൊക്കെയാണ് അവൻ്റെ വിനോദ പരിപാടികൾ. ഓക്കെ, കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് മഡ് ക്രാബ്സാണ്. അതായത് ഞണ്ട്. നമ്മുടെ നാട്ടിൽ മണ്ണിൽ ചേറിൽ ഫ്രഷ് വാട്ടറിൽ ജീവിക്കുന്ന അടിപൊളി മത്സ്യം ആണെങ്കിലും മത്സ്യഗണത്തിൽ പെടുന്നതാണെങ്കിലും ഇവ അറ്റാക്ക് ചെയ്യുന്ന ഭയങ്കര അറ്റാക്കാണ്. ഒറ്റ എറുക്കിന് കായൽ ഞണ്ടാണ്. അതെ, ഇവിടെ 1-2 എണ്ണമൊക്കെ ഉള്ളൂ. ഇവിടെ ഒരാൾ മാത്രമേ അനങ്ങുന്നുള്ളൂ. രാവിലെ എന്തെങ്കിലുമൊക്കെ തിന്നാനുള്ള പരിപാടിയാണ്. മോനെ എങ്ങോട്ടാ തിരിഞ്ഞാണ്? തിരിയുടെ ഒന്ന് കാണണ്ടേ. വലിയ ജാട. കാണുന്നത് പ്രസവിക്കുന്ന മത്സ്യങ്ങളാണ് ഇതിലുള്ളത്. ഇതിൽ ബ്രീഡ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുകയാണ്. പലതരത്തിലുള്ള മത്സ്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങളാണ്. പിന്നെ അക്വേറിയത്തിനെ കുറിച്ച് എനിക്കൊരു പരാതി പറയാനുള്ളത്, ഈ ഗ്ലാസ്സുകളൊന്നും വൃത്തിയല്ല. പിന്നെ വീഡിയോ എടുക്കുന്നവർക്കും ഫോട്ടോസ് എടുക്കുന്നവർക്കും നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ബാക്ക് ആ ഓപ്പൺ എയറിൽ നിന്ന് വരുന്ന ഷാഡോ ഒഴിവാക്കി കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ല വിഷ്വൽസ് കിട്ടുള്ളൂ. അതിൽ നമുക്ക് വലിയ ഒരു വിഷമമുണ്ട്. എന്നാലും നിങ്ങൾ പ്രേക്ഷകർ ഇതൊന്ന് അഡ്ജസ്റ്റ്. രാത്രിയിലൂടെ പ്രദർശനം ഇല്ല എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. 7 മണി വരെയാണുള്ളത്. അപ്പോൾ ഇവർ കളർ ലൈറ്റൊക്കെ ഇട്ട് അതിനേക്കാളും മനോഹരമാക്കും ആ സമയത്ത്. അപ്പോൾ ഒട്ടും കിട്ടില്ല. അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയാണ്. ഇനി നമ്മൾ കാണുന്നത് സ്മോക്ക് ഏഞ്ചലാണ്. സ്മോക്ക് ഏഞ്ചൽ നല്ല 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 കടൽ ഗ്ലാമറാണ് കേട്ടോ. ഭയങ്കര സുന്ദരനാണ്. എവിടെ ഏത് ഭാഗത്തോട്ട് നോക്കിയാലും ഷാഡോയാ. കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിലധികം ഇല്ല, 2 എണ്ണേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ അക്വേറിയം ചുമ്മാ പായൽ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴ്ന്ന് കയറി വന്ന വ്യൂ ഇതാണ്. കറങ്ങി മേളിൽ വരണം. നമ്മൾ ആദ്യം കണ്ട അക്വേറിയമാണ് താഴെ കാണുന്നത്. അതിനകത്ത് ഫുള്ള് കരിമീനാണ് കേട്ടോ. നല്ല കിടിലൻ കരിമീനാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ല വ്യൂ കിട്ടും. വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ. കണ്ടോ, നമ്മളീ കാണുന്നത് ഫുൾ ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ബീച്ചാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്, അതുപോലെ തന്നെ ബീച്ച്, എല്ലാ സംഭവമുണ്ട്. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്.
അധികം ആരും വന്നിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ, വർക്കല എത്തുമ്പോൾ നിങ്ങൾ ഈ അക്വേറിയം, എല്ലാവരും ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്നവരാണ്, അക്വേറിയത്തിൽ വന്ന് സന്ദർശിച്ചിട്ട് പോകും. കടൽ കയറി കിടക്കുകയാണ് കേട്ടോ. ഈ കാണുന്ന കടലിൻ്റെ അരികിലായിട്ടാണ് ഈ കാണുന്ന നമ്മുടെ അക്വേറിയം. സംസ്ഥാന സർക്കാരിൻ്റെ ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിലുള്ള അക്വേറിയം.